പോപ്പുലർ ഫ്രണ്ടിന് സിറോ മലബാർ സഭയിലെ ചിലരുമായുള്ള ബന്ധവും ഇടപാടുമൊക്കെ തുറന്നു പറഞ്ഞതോടെ മാർ ആൻഡ്രൂസ് താഴ്ത്ത് പിതാവ് ചിലർക്കൊക്കെ പെട്ടെന്ന് അനഭിമതനായി മാറി. ഇക്കൂട്ടർ വ്യക്തമായി പറഞ്ഞാൽ വിമത വൈദികരും അവരുടെ വിമത കിങ്കരന്മാരും കുറെ കാലമായി താഴ്ത്ത് പിതാവിനെ പല വേദികളിലും പല കാരണങ്ങൾ ഉയർത്തിക്കെട്ടി താറടിച്ചു കാട്ടാൻ ശ്രമിച്ചു വരികയായിരുന്നു. ഒന്നിനും പിതാവ് പിടികൊടുത്തിട്ടുമില്ലായിരുന്നു. ഏറ്റവും ഒടുവിൽ പിതാവ് ഭാരത മെത്രാൻ സമിതിയുടെ അധ്യക്ഷ പദവി കാലാവധി പൂർത്തിയാക്കി അഭിമാനത്തോടെ ഒഴിഞ്ഞപ്പോൾ ഇവരടിച്ചിറക്കി മെത്രാൻ സമിതി പിതാവിനെ പുറത്താക്കിയത്. വിശ്വാസികൾക്കെതിരായാണ് പിതാവിനെതിരെ നടക്കുന്ന ഓരോരോ ആക്രമണങ്ങളും ചെന്ന് കൊള്ളുകയെന്നത് വിമതർ ഒന്ന് ഓർക്കണം. ഏറ്റവും പുതിയ ആരോപണം PFIക്കെതിരെ വെളിപ്പെടുത്തൽ നടത്താൻ ധൈര്യം കാട്ടിയ താഴത്തെ പിതാവ് സംഘപരിവാറുകാരനെന്നാണ്. PFIക്കാരൻ RSS ആയി മാറിയാലും RSSകാരൻ PFIയിലേക്ക് ചേർന്നാലും ഒക്കെ വിശ്വസിക്കാം. പക്ഷേ താഴത്തെ പിതാവ് സംഘപരിവാർ നോക്കി അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി വിളിക്കുന്നവരെ ചെരുപ്പൂരി തല്ലണം. ഇത്തരം ആരോപണങ്ങളൊന്നും വിശ്വാസികൾക്കിടയിൽ വില പോകില്ല വിമതന്. എറണാകുളത്തെ വിമത പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ മാർ താഴത്തെ പിതാവ് സംഘപരിവാർ ഏജന്റാണോ? അല്ല എന്ന് പറയാൻ കാരണങ്ങൾ നിരവധിയുണ്ട്. ഭാരത മെത്രാൻ സമിതിയുടെ അധ്യക്ഷനായ മാർ താഴത്ത് ദീപിക പത്രം നൽകിയ അഭിമുഖത്തിലെ ചില പരാമർശങ്ങളാണ് വിഷയം. പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയെയും പറഞ്ഞ അതേ ലേഖനത്തിൽ തന്നെ സംഘപരിവാർ ശക്തികളെയും ഇവരോട് കൂട്ടുകൂടുന്ന ചില ക്രൈസ്തവ സംഘടനകളും ഒക്കെ പിതാവ് പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചിട്ടുണ്ട്. പിതാവ് സംഘപരിവാർ ഏജന്റ് ആണെങ്കിൽ എന്തിന്റെ സംഘപരിവാരം തന്നെ ഏറ്റവും പുതുതായി വിമർശിച്ച് ലേഖനം എഴുതണം? 2026 ജനുവരി മാസം ക്രിസ്തുമസ് കാലത്തുണ്ടായ ഹിന്ദുത്വ തീവ്ര സംഘടനകളുടെ രാജ്യവ്യാപകമായ ക്രൈസ്തവ വിരുദ്ധ ആക്രമണക്കെതിരെ പ്രധാനമന്ത്രിയോട് പരസ്യമായി പരാതിപ്പെടാൻ ധൈര്യം കാട്ടിയ പിതാവാണ് താഴത്തെ പിതാവ്. നവംബർ മാസം സംഘപരിവാർ തലവൻ മോഹൻ ഭാഗവതിന്റെ ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണെന്ന വിവാദ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ പ്രതികരണം അദ്ദേഹം CBC അധ്യക്ഷ നിലയിൽ രേഖപ്പെടുത്തി. 2017-18 കാലത്ത് സംഘപരിവാരം നിശ്ചിതമായി വിമർശിച്ച് പിതാവ് അന്നും ക്രൈസ്തവ വിശ്വാസികൾക്കിടയിൽ പേരെടുത്തിരുന്നു. ചുരുക്കത്തിൽ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ സംഘപരിവാരം വിമർശിക്കുന്ന ഒരു മെത്രാനാണ് ഭാരത മെത്രാൻ സമിതിയുടെ അധ്യക്ഷനായിരുന്ന മാർ ആൻഡ്രൂസ് താഴത്ത്. ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. തങ്ങൾ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ മാധ്യമങ്ങളെയും പൊതുസമൂഹത്തെയും പിതാവിനെതിരെ വഴിതിരിച്ചു വിടാൻ വിമതർ കണ്ടെത്തിയ ഒരു പെരുന്നുണയാണ് മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് സംഘപരിവാറിന്റെ ഏജന്റാണെന്നത്. പിതാവ് സംഘപരിവാറിനെ പഠിച്ചതുപോലെ ഒരു വിമതനും ഒരു വിമത വൈദികനും പഠിച്ചിട്ടില്ല. പിതാവ് സംഘപരിവാറിനെ വിമർശിച്ചതുപോലെ ഒരു വിമതനും ഒരു വൈദികനും ഒരു വിമത മെത്രാനും വിമർശിച്ചിട്ടില്ല. അവർക്കുള്ള ധൈര്യവും നട്ടലുമില്ല. എന്നാൽ പിതാവ് ഭാരത മെത്രാൻ സമിതിയുടെ അധ്യക്ഷനായിരുന്നു. ആ സമയത്ത് രാജ്യത്തെ ക്രൈസ്തവ വിഭാഗങ്ങൾക്കെതിരെ ഡൽഹിയിലും മധ്യപ്രദേശിലും UPയിലും മണിപ്പൂരിലും ആസാമിലും ഒക്കെ നടന്ന ആ കൂട്ട ഉപദ്രവങ്ങൾ, ആ കൂട്ട ഭേദ്യം ചെയ്യലുകൾ, ഇതൊക്കെ പിതാവ് പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചിട്ടുണ്ട്. അതിൽ ക്രൈസ്തവ സഭയ്ക്കെല്ലാം, സിറോ മലബാർ സഭയ്ക്ക് പ്രത്യേകിച്ച് അഭിമാനിക്കാം. സിറോ മലബാർ സഭയ്ക്ക് വേണ്ടി മാത്രമല്ല പിതാവ് പറഞ്ഞെന്നൊരു ഓർക്കണം. രാജ്യത്ത് കർത്താവിൽ വിശ്വസിക്കുന്ന എല്ലാ ക്രൈസ്തവ സമൂഹത്തിനും വേണ്ടിയാണ് പിതാവ് അന്ന് തന്റെ ശബ്ദം ഉയർത്തിയത്. ആ ഒരു പിതാവിന്റെ സംഘപരിവാർ എന്നൊക്കെ പറഞ്ഞ് താറടിച്ച് കാട്ടുമ്പോൾ വിമത കിങ്കരന്മാർ, വിമത വൈദികർ, വിമത മെത്രന്മാരൊക്കെ ഓർക്കണം, നിങ്ങൾ ഈ സഭ വിട്ടു പോകുന്നതാണ് ഏറ്റവും നല്ലത്.